സാറേ നമസ്കാരം. ഞാൻ മാത്യു ഡാൻ സാറിനെ നേരത്തെ ഒരിക്കൽ പരിചയപ്പെടുത്തിയിരുന്നു. അദ്ദേഹം TVGRAയിലെ സയൻറ്റിസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ അവിടുന്ന് ജസ്റ്റ് കഴിഞ്ഞ നവംബറിൽ അവിടുന്ന് റിട്ടയർ ചെയ്ത് പുറത്തു വന്നു. 36 വർഷത്തോളം അവിടെ സേവനം അനുഷ്ഠിച്ച ശേഷമാണ് അദ്ദേഹം പുറത്തു വരുന്നത്. സേവനം എന്ന് പറഞ്ഞാൽ 36 വർഷത്തോളം ചെടികളിൽ ഗവേഷണം നടത്തി. അതിൽ ഭൂരിഭാഗവും ചെടികളുടെ ഔഷധ ഗുണത്തെക്കുറിച്ചാണ് അദ്ദേഹം നടത്തിയ പഠനങ്ങൾ. അപ്പോൾ നമ്മുടെ ഈ ചെടികൾക്ക്, നമ്മുടെ ചുറ്റുമുള്ള ചെടികൾക്ക്, നമുക്ക് വെസ്റ്റേൺ ഘട്ട്സിൽ പശ്ചിമഘട്ടത്തിൽ 5000-ഓളം ചെടികളുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചുറ്റും ഉണ്ടായിരുന്ന ഒരുപാട് ചെടികൾ ഇപ്പോൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. പലതും നമുക്ക് ഓരോ ദിവസവും അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ വെച്ചുപിടിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് പലയിടത്തും പലരും ഒറ്റയ്ക്കും കൂട്ടായും ഒക്കെ നടത്തുന്നത്. അപ്പോൾ എന്തിനാണ് ഈ ചെടികൾ നിലനിർത്തുന്നതെന്ന് ചോദിക്കുന്നവരുണ്ട്. നമുക്ക് കുറച്ച് ചെടിയൊക്കെ പോലെ നമ്മുടെ വീടിൻ്റെ മുറ്റത്തുനിന്ന്. അപ്പോൾ അത് ഈ ചെടികളുടെ ഔഷധ ഗുണത്തെക്കുറിച്ച് ഗവേഷണം നടത്തിയ ആളെന്നുള്ള നിലയ്ക്ക് സാറിൻ്റെ അഭിപ്രായങ്ങൾ നമുക്കതിലൊന്ന് കേട്ടു നോക്കാം. സാറേ, സാറിപ്പോൾ 40 വർഷത്തോളം ഇതിൽ ഗവേഷണം നടത്തിയല്ലോ. എങ്ങനെയാണ് ഈ ചെടികളുടെ ഔഷധ ഗുണം എന്നുള്ളൊരു വിഷയത്തിലേക്ക് വന്നത്? അത് തുടക്കത്തിൽ കരിയറിൽ കയറിയപ്പോൾ തന്നെ ഔഷധസസ്യ സംരക്ഷണം അതിൻ്റെ ഒരു ചുമതലയാണ് എനിക്ക് കിട്ടിയത്. അത് സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് പഠിക്കണം, മനസ്സിലാക്കണം എന്നുള്ളൊരു ആഗ്രഹം തോന്നി. പിന്നെ ധാരാളമായിട്ട് മറ്റുള്ളവർക്കും ഈ വിഷയത്തിൽ താല്പര്യം വന്നു തുടങ്ങി. ആദ്യം ഒരു 35 വർഷം മുമ്പൊന്നും സാധാരണ ആളുകൾക്ക് സാർ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും കാട്ടിലെ ഈ ചെടികൾക്ക് എന്താണ് ഇത്ര വലിയ പ്രാധാന്യം എന്നൊക്കെയുള്ളൊരു തോന്നലായിരുന്നു. പക്ഷേ പിന്നീട് അനേകം രീതിയിൽ ഇതിന് പ്രാധാന്യം സിദ്ധിച്ചു. അതിൻ്റെ ഒരു പ്രധാന കാരണം വിദേശ രാജ്യങ്ങളിൽ പോലും ഔഷധസസ്യങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളിലും ഗവേഷണങ്ങളിലും പുതിയ കണ്ടെത്തലുകളിലും കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയും ആ കാര്യം മാധ്യമങ്ങളിലൂടെ നമ്മളും അറിയുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ നമുക്കും ഇങ്ങനെ ഒരു പൈതൃകം ഉണ്ടല്ലോ, ഇത്രയും ഒരു സമ്പത്തുണ്ടല്ലോ എന്നുള്ളൊരു ധാരണ പൊതുവേ വന്നു. ഈ അടുത്ത കാലത്തായിട്ട് കണ്ടുവരുന്ന ഒരു പ്രത്യേകത, ധാരാളം ആളുകൾ ഇതിനെക്കുറിച്ച് കാണാനും പഠിക്കാനും മനസ്സിലാക്കാനും മുന്നോട്ട് വരുന്നുണ്ട്. ഈവൻ സ്കൂൾ സ്റ്റുഡൻസ് വരെ. ഞാൻ അടുത്തിടയ്ക്ക് ഒരു ഡോക്ടറുമായിട്ട് സംബന്ധിച്ചു. അദ്ദേഹം 2 കാര്യം പറഞ്ഞു. ഒന്നെന്ന് വെച്ചാൽ ഈ ഡെങ്കി ഫീവറിൻ്റെ സമയത്ത് പപ്പായ ഇലയ്ക്ക് ഔഷധ ഗുണമുണ്ട്, ഇടിച്ചു പിഴിഞ്ഞ് കുടിക്കുക എന്നൊരു സാധനം അമേരിക്കൻ ജേണലിൽ വന്നതോടെ ആളുകളുടെ എല്ലാം ശ്രദ്ധയിൽ അത് പെട്ടു. അതുപോലെ തന്നെ ഉമ്മിക്കരി, പല്ല് തേക്കാൻ ഏറ്റവും നല്ല ഉമ്മിക്കരിയാണെന്ന് ഈ അമേരിക്കയിലെ ഒരു മെഡിക്കൽ ജേണൽ റിപ്പോർട്ട് ചെയ്തതോടെ ആളുകൾ ഈവൻ കാർബൺ പേസ്റ്റൊക്കെ, ബ്ലാക്ക് പേസ്റ്റോ കാർബൺ പേസ്റ്റോ ഒക്കെയുള്ള പേരിൽ തന്നെ ബ്രാൻഡ് തന്നെ എന്നുള്ള സാധനം, ചാർക്കോൾ ഇത് ഇറങ്ങി തുടങ്ങിയെന്ന് ഒരു സാധനം കണ്ടു. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന ആ ഗവേഷണങ്ങൾ ഇതിലൊരു പരിധിവരെ ഒരു പ്രോത്സാഹനമാകുന്നുണ്ടായിരിക്കാം. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ നമ്മുടെ ഈ മഞ്ഞളിൻ്റെ ഒരു പേറ്റന്റ് ഇഷ്യൂ വന്നല്ലോ. മഞ്ഞളിനും വേപ്പിനും പേറ്റന്റ് വന്ന സമയത്ത് അപ്പോൾ ഇനി ഇങ്ങനെ ഈ പ്രശ്നം വരാതിരിക്കാനായിട്ട് നമ്മുടെ ചെടികളുടെ ഔഷധ ഗുണം കണ്ടെത്തി പബ്ലിഷ് ചെയ്യാന്നൊരു ഡിജിറ്റൽ ലൈബ്രറി വല്ലാതൊരു ആക്കം കൂട്ടി. അത് ഗവൺമെൻറ് തലത്തിലും കേന്ദ്ര പദ്ധതികളിലും ഒക്കെ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പല വകുപ്പുകൾ ഇതിൽ കൂടുതൽ ശുഷ്കാന്തി കാണിച്ചു. പിന്നെ CCRIS, സെൻട്രൽ കൗൺസിൽ ഫോർ ആയുർവേദ റിസർച്ച് ആൻഡ് സിദ്ധ, അവരുടെ എല്ലാം കൂടുതൽ ഈ വക കാര്യങ്ങളെക്കുറിച്ച്, അതായത് കൂടുതൽ സസ്യങ്ങളെക്കുറിച്ച് പഠിക്കാനും അതിൻ്റെ ഗുണങ്ങൾ പഠിക്കുക മാത്രമല്ല അത് മാധ്യമങ്ങളിലൂടെയും സയൻറ്റിഫിക് പബ്ലിക്കേഷൻസിലൂടെയും പുറത്ത് കൊണ്ടുവരിക എന്നൊരു കർമ്മം ഏറ്റെടുത്ത് അതിൽ കൂടുതൽ പുരോഗതി കഴിഞ്ഞ 35 വർഷം കൊണ്ടുണ്ടായിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരു മഞ്ഞളിന് ഒരു ഗുണമുണ്ടെന്ന് പറയുന്നതല്ലാതെ അങ്ങനെ അതായിരുന്നല്ലോ നേരത്തെ ഉണ്ടായിരുന്നല്ലോ. അതെ, അതിനൊരു ആൻറ്റി മൈക്രോബിയൽ, ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ടെന്നുള്ളത് വലിയൊരു കണ്ടുപിടുത്തം പോലെയാണ് അവർ അവകാശപ്പെട്ടത്. അതിൻ്റെ പ്രോപ്പർട്ടിയാണ് അവർ പേറ്റന്റ് ചെയ്തത്. പക്ഷേ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തൊട്ടേ ആ പ്രോപ്പർട്ടിയിലുള്ള മഞ്ഞൾ വെച്ചിട്ടുള്ള ചികിത്സാ രീതികൾ നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അതിനെയാണ് വെല്ലുവിളിച്ചതും ചലഞ്ച് ചെയ്തതും. ഞാൻ ഈ സഹസ്രയോഗം വായിച്ചിട്ടില്ല. ആയുർവേദത്തിലെ ഈ മരുന്നുകളുടെ കോമ്പസിഷൻ പറയുന്നതാണ് സഹസ്രയോഗം. അപ്പോൾ സഹസ്രയോഗത്തിൽ എന്നോട് ഒരാൾ പറഞ്ഞു, അതിൽ തന്നെ ഒരു ശ്ലോകമുണ്ട്. അതായത് ഇനി വരാനിരിക്കുന്ന കാലത്തെ മണ്ടന്മാരായ നിങ്ങൾക്ക് വേണ്ട മരുന്നുകളൂടെ എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞുതരാം എന്നർത്ഥം വരുന്ന തരത്തിൽ. കാരണം ഈ പ്രോസസ്സ് നിങ്ങൾക്ക് ഇപ്പോൾ അറിയില്ല, അല്ലെങ്കിൽ കണ്ടുപിടിക്കുന്നതിൻ്റെ ആവശ്യം ഞങ്ങൾ പറഞ്ഞേക്കാം എന്ന് പറഞ്ഞ് തന്നെ അതിലൊരു കുറേ ഭാഗം പറയുന്നുണ്ടെന്ന് എനിക്കറിയില്ല അത് നേരാണോ എന്നൊരു ആയുർവേദ വൈദ്യൻ പറഞ്ഞതാണ്. പക്ഷേ നമ്മുടെ ഈ ഗവേഷണത്തിൽ വന്നൊരു വ്യത്യാസം എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ എലമെന്റ്സിനെ വേർതിരിച്ചെടുക്കാനും പേറ്റന്റ് ചെയ്യാനും അല്ലെങ്കിൽ അത് പബ്ലിഷ് ചെയ്യാനുമുള്ള ഒരു ശ്രമം തുടങ്ങി എന്നുള്ളതാണ് അല്ലേ? ഗവേഷണത്തിന്റെ രീതി മാറി, കുറച്ചുകൂടെ സൂക്ഷ്മ. പിന്നെ ഓരോ സസ്യങ്ങളിലും ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള രാസപദാർത്ഥങ്ങൾ ഏതാണെന്നും അത് എത്ര ശതമാനം വരെ അടങ്ങിയിട്ടുണ്ടെന്നും അത് ചെടിയുടെ ഏത് ഭാഗത്താണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാനുള്ള സാങ്കേതിക വിദ്യ ഇന്ന് നിലവിലുണ്ട്. അപ്പം അതാ ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും ഒക്കെ സഹായത്തോടെയാണ് ഈ വക കാര്യങ്ങൾ കൂടുതലും ഗവേഷണത്തിൽ
വരുന്നത്. അപ്പം അങ്ങനെ വന്നപ്പോഴാണ് കൂടുതൽ പ്രാധാന്യം ഈ മേഖലയിലേക്ക് ഗവേഷണത്തിന് വന്നു തുടങ്ങിയത്. സാർ ഇപ്പോൾ ഒരു ചെടിക്ക് ഇപ്പോൾ ഒരു സാർ ഇപ്പോൾ പറഞ്ഞല്ലോ ചെടിയിലെ ഏത് ഘടകം എവിടെയുണ്ട് എത്ര ശതമാനം ഉണ്ട് എന്നുള്ള തരത്തിലുള്ള പഠനം പറ്റുമെന്നുള്ള. അപ്പോൾ ചെടിക്കൊരു ഡിഫക്റ്റ് വന്നെന്ന് വിചാരിക്കുക. അതെ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പെർസെൻറ്റേജ് കൂടുകയോ, ഇപ്പോൾ ഉദാഹരണത്തിന് ഹെവി മെറ്റൽസ്, ഇപ്പോൾ നമ്മുടെ ഈ മറ്റേ വേസ്റ്റ് കൂട്ടുന്ന സ്ഥലങ്ങളിൽ നിൽക്കുന്ന ആവണക്കൊക്കെ പോലുള്ള ചെടികളിൽ ഹെവി മെറ്റൽസിൻ്റെ ഇത് കൂടും. അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ തോട്ടിലൊക്കെ കണ്ടമാന ഈ പൊല്യൂഷൻ വരുമ്പോൾ തോട്ടിൽ നിൽക്കുന്ന ബ്രഹ്മിയോ അല്ലെങ്കിൽ തോട്ടിൽ കിടക്കുന്ന കുളവാഴയ്ക്കോ ഒക്കെ അതിനകത്ത് ഈ എലമെൻറ്റ്സ് കൂടുമല്ലോ. അപ്പോൾ അങ്ങനെ കൂടി ഉണ്ടാകുന്ന പ്രശ്നം. അപ്പോൾ ഒരു ചെടിക്കൊരു സ്റ്റാൻഡേർഡ് ഇത്, അതായത് ഈ ചെടിക്ക് ഇന്ന ഇത് കൂടുതലാണല്ലേ ഇത് കുറവാണ് അപ്പോൾ ഇതുകൊണ്ട് ഇതിന് പ്രയോജനമില്ല, അത്തരത്തിലുള്ളൊരു വിലയിരുത്തൽ സാധ്യമാണോ? തീർച്ചയായിട്ടും. കാരണം ആയുർവേദിക് ഫാർമക്കോപ്പിയ എന്ന് തന്നെ പറഞ്ഞിട്ട് ഇപ്പോൾ 8 വോളിയം 10 വോളിയത്തോളം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിനകത്തെല്ലാം ഓരോ സസ്യത്തെക്കുറിച്ചും അതിൻ്റെ ഭാഗത്തെക്കുറിച്ചും അതിനകത്ത് ഉള്ള വിശദമായ അതിൻ്റെ ഘടന, മൈക്രോസ്കോപ്പിക് സ്ട്രക്ചർ എന്തെല്ലാം അടങ്ങിയിട്ടുണ്ടെന്നുള്ളത് പബ്ലിഷ്ഡ് ആണ്. അപ്പോൾ അതാണ് സ്റ്റാൻഡേർഡായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഫാർമക്കോപ്പിയ ഉണ്ട്. അപ്പം ഇന്ത്യൻ ഡ്രഗ്സിൻ്റെ എല്ലാം ഫാർമക്കോപ്പിയ പല രീതിയിൽ ഉള്ളത് കൊണ്ട് നമുക്ക് റെഫർ ചെയ്യാനും പെട്ടെന്ന് നോക്കാനും പറ്റും. ഇപ്പോൾ ആടലോടകം എന്ന് പറയുന്നത് എടുത്താൽ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് പ്രിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷൻ എല്ലാം ഉണ്ട്. അപ്പം അതാണ് നമുക്കൊരു സ്റ്റാൻഡേർഡായിട്ട് എടുക്കാൻ പറ്റും. പിന്നെ ഹെവി മെറ്റൽസിൻ്റെ കാര്യം പറഞ്ഞാൽ ചെടികളൊന്നും തന്നെ സ്വതവേ ഹെവി മെറ്റൽസ് ഉൽപ്പാദിപ്പിക്കുന്നില്ല. അപ്പം ചെടികളിൽ അടങ്ങിയിരിക്കുന്ന രാസപദാർത്ഥങ്ങൾ തന്നെയാണ് ഒരു ചെടിയെ ഔഷധ ഗുണമുള്ളതാക്കി തീർക്കുന്നത്. അവിടെ വില്ലനായിട്ട് വരികയാണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഈ ഹെവി മെറ്റൽസ് എന്ന് പറയുന്നത്. നിക്കൽ, കോബാൾട്ട്, മെർക്കുറിയൊക്കെയാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളത്. അപ്പം അത് സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ചെടികൾ മണ്ണിൽ നിന്ന് വലിച്ചെടുത്ത് ഈ ഭാഗത്ത് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതുകൊണ്ടാണ്. അതിന് കാരണം പൊല്യൂഷൻ തന്നെയാണ്. അപ്പം നമ്മുടെ മണ്ണും ജലവും വല്ലാതെ മലിനീകരിക്കപ്പെട്ടപ്പം അതിനുള്ളിലൂടെ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഈ ഹെവി മെറ്റൽസ് ചെടികൾ മറ്റ് മൂലകങ്ങൾ വലിച്ചെടുക്കുന്ന പോലെ വലിച്ചെടുത്തിട്ട് അതിൻ്റെ വേരിലോ തണ്ടിലോ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അത് ഉപയോഗിച്ച് ഏതെങ്കിലും മരുന്ന് നിർമ്മിക്കുമ്പോൾ ഈ ഹെവി മെറ്റൽസ് അതുപോലെ തന്നെ ആ മരുന്നിലേക്കും പ്രവേശിക്കും. കാരണം ഹെവി മെറ്റൽസിനെ ഡീകമ്പോസ് ചെയ്യാനോ റിമൂവ് ചെയ്യാനോ വളരെ ശ്രമകരമായ ഒരു പ്രോസസ്സാണ്. പല സമയത്തും ഒരു ചെടിയിൽ അല്ലെങ്കിൽ നമ്മൾ മരുന്നിനെടുക്കുന്ന ഒരു ചെടിയിൽ ഇത് അടങ്ങിയിട്ടുണ്ടെന്ന് തിരിച്ചറിയാൻ പോലും ബുദ്ധിമുട്ടാണ്. അത് ഇപ്പോൾ കുറുന്തോട്ടിയുടെ വേര് അല്ലെങ്കിൽ ആവണക്കൻ്റെ വേര്, തഴുതാമ, ഇങ്ങനെ മാലിന്യ ഉള്ള പ്രദേശങ്ങളിൽ നിൽക്കുന്ന ചെടികൾ നമ്മൾ മരുന്നിനെ സാധാരണ എടുക്കുന്ന പോലെ എടുക്കും. അതിനകത്ത് ഹെവി മെറ്റൽസിൻ്റെ സാന്നിധ്യം ഉണ്ടെന്ന് തിരിച്ചറിയുന്നത് പോലും വളരെ ദുഷ്കരമായ ശ്രമകരമായ ഒരു കാര്യമാണ്. അങ്ങനെയാണ് ഈ അബദ്ധം പറ്റുന്നത്. അല്ല, പക്ഷേ ഇതിൽ വേറൊരു കാര്യം, ഈയിടെ ശ്രീ മുരളി കുമാരഗുഡിയുടെ ഒരു ഒബ്സർവേഷൻ ഞാൻ വായിച്ചായിരുന്നു, ഫേസ്ബുക്കിൽ അത് എഴുതിയിരുന്നത്. അദ്ദേഹം പറയുന്നത് നമ്മുടെ ഈ വലിയ പട്ടണങ്ങളിലെല്ലാം ഈ സ്ലം ഏരിയയിലാണ് പലപ്പോഴും ഈ ചീര പോലെയുള്ള സാധനങ്ങൾ ഈ സീവേജിൻ്റെയൊക്കെ സൈഡിൽ കൃഷി ചെയ്യാറുണ്ട്. ആൾക്ക് സ്ഥലമില്ല, അപ്പോൾ ഇതൊരു വരുമാന മാർഗ്ഗമാണ്. അപ്പോൾ അവിടെ നിൽക്കുന്നു, പറിച്ച് കൊണ്ടുകൊടുക്കുന്നു. മൈക്രോ ഗ്രീൻസ് ഇതൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ പറിക്കുന്ന നട്ടുന്ന ഇതൊക്കെ ചെയ്യുന്ന സംഗതിയുണ്ട്. ഇത് കഴുകി സാധാരണ രീതിയിൽ സാലഡാക്കി ഹോട്ടലുകളിലും വീടുകളിലും ഒക്കെ ഫുഡായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഹെവി മെറ്റൽസ് വൻതോതിൽ ഉള്ളിൽ കിടക്കാനില്ല. കാരണം ഒരു മരുന്നിൽ ഒരു സ്പൂണോ അര സ്പൂണോ അല്ലെങ്കിൽ ഒരു 15 ml കഴിക്കുന്ന സാധനത്ത് ഭക്ഷണമായിട്ടൊരു സാധനം കഴിക്കുമ്പോൾ അതിലുള്ള മുഴുവൻ സാധനവും നമ്മുടെ ദേഹം അബ്സോർബ് ചെയ്യുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സാധ്യത വളരെ കൂടുതലാണ് എന്ന് തോന്നുന്നു, അല്ലേ? അങ്ങനെ ഈ ഭക്ഷണത്തിലൂടെ വരാനുള്ള ശരിക്കും പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൂടെ ശ്രദ്ധിക്കണം. കാരണം ഈ മാലിന്യം പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇപ്പം ബാറ്ററികളുടെ ഡിസ്പോസലിന് പോലും നമുക്കൊരു സംവിധാനം ഇല്ല. എല്ലാ ബാറ്ററിയിലും ഹെവി സാന്നിധ്യമുണ്ട്. പ്രത്യേകിച്ച് ഈ മൊബൈൽ ഫോണും ലാപ്ടോപ്പും എല്ലാം വർദ്ധിച്ച സമയത്ത് അതിനകത്തെല്ലാം ഉള്ള ബാറ്ററികളിലെല്ലാം ഹെവി മെറ്റൽസ് ഉണ്ട്. അപ്പം ഇതിൻ്റെ ഒരു ശരിയായ ഒരു പ്രോസസ്സിങ്ങോ ഒന്നും നടക്കാത്തടത്തോളം കാലം ഹെവി മെറ്റൽസിൻ്റെ സാന്നിധ്യം കൂടിക്കൂടി വരും. അത് ചെടികളിലേക്ക് കയറുകയും ചെയ്യും. അത് അങ്ങനെ ഒരു സാധ്യത. പ്രത്യേകിച്ച് ലിഥിയം പോലുള്ളത് ബാറ്ററിയിൽ മസ്റ്റ് ഉണ്ട്, ഒരു പ്രധാന കമ്പോണന്റ് ആണ്. അതല്ല ഹെവി മെറ്റൽ. സാർ അതേപോലെ ഈ സാർ ഈ ഫാർമക്കോപ്പിയ എന്ന് പറഞ്ഞല്ലോ, അത് ആക്ച്വലി അതെന്താണ്? എനിക്ക് അതേക്കുറിച്ച് അറിയില്ല, ഒന്ന് വിശദീകരിക്കാമോ? ഇത് ഫാർമക്കോപ്പിയ എന്ന് പറയുന്നത് ആധികാരികമായിട്ട് ഉള്ള ഒരു രേഖയാണ്. ഒരു പ്രത്യേക മരുന്നിനെ പറ്റി, ഒരു മരുന്നിന്റെ ചേരുവയെ പറ്റി ഉള്ള ആധികാരികമായ രേഖയാണ്. അത് ഓരോ വൈദ്യശാസ്ത്രത്തിനും പ്രത്യേകമായിട്ടുണ്ട്. ഇപ്പോൾ ആയുർവേദത്തിന് വേണ്ടി അത് തയ്യാറാക്കുന്നുണ്ട്. അതാരാ ചെയ്യുന്നത്? ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആയുഷ് തന്നെയാണ്. ഓ, ആയുഷ് അങ്ങനെ ഒരു സാധനം ഉണ്ടാകും. അപ്പോൾ അതിന് വേണ്ട ഗവേഷണങ്ങൾ ഈ പറയുന്ന അതിനകത്ത് ഒരു 12ാമത്തെ വോള്യത്തിലെ ഒരു
20ഓളം ചാപ്റ്ററും ഞങ്ങളാണ് ചെയ്തത്. അതിനകത്ത് ആ പ്രോജക്റ്റിൽ ഞാനുണ്ടായിരുന്നു. ഓ ശരി. അപ്പം അതിന് അവർ ആണ് പ്ലാന്റ് തരുന്നത്. മാത്രമല്ല അവർ ആ പ്ലാന്റിന്റെ സാമ്പിളും പലയിടത്തു നിന്നായിട്ട് തരും. അപ്പം നമുക്ക് വ്യക്തമായിട്ട് അറിയാം പല ദേശത്തു നിന്ന് കിട്ടുന്ന സാമ്പിളിൽ തന്നെ ഏറ്റക്കുറച്ചിലുണ്ട്. വ്യത്യാസം. അല്ല ആയുർവേദം തന്നെ അങ്ങനെ പറയുന്നുണ്ടല്ലോ, മറ്റേ കറുകപ്പുല്ല് പശുവിന്റെ പാല് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുമല്ലോ. അപ്പം ചില സാമ്പിളുകൾ അതെ ഒറിജിനൽ മെറ്റീരിയലുമായിട്ട് വളരെ ഡിഫറെന്റാ, മാർക്കറ്റ് സാമ്പിൾ വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പൊ ചില ഇത് ആ സാമ്പിളേ അല്ല. അല്ല അത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഈ സാധനം അറിയാൻ വയ്യാത്തോണ്ടേ പറിച്ചോണ്ട് അറിയാൻ വയ്യ. അത് രണ്ട് രീതിയിൽ സംഭവിക്കുന്നുണ്ട്. അറിവില്ലായ്മയുണ്ട്, അറിഞ്ഞുകൊണ്ട് മായം കലർത്തുന്നുണ്ട്. അപ്പം രണ്ടും ദോഷകരമാണ്. അപ്പം അവിടെ അതുകൊണ്ടാണ് കൂടുതൽ ശ്രദ്ധ വേണ്ടിയ ഒരു മേഖലയാണ് ഈ ഔഷധ മേഖല എന്ന് പറയുന്നത്. അല്ല എന്റെ ചെറുപ്പകാലത്തൊക്കെ ഈ ടൗണിലൊക്കെ ഇഷ്ടംപോലെ നിന്നാണ് ഈ തകരയും ചുണ്ടയും. തകരാന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാട് പോലെ മഴ കഴിയുമ്പോൾ കർക്കിടക മാസത്തിലെ ആളുകൾ അത് പറിച്ച് ഇപ്പൊ പക്ഷെ കാണുന്നില്ലല്ലോ. ഇപ്പൊ കാണുന്നേ ഇല്ല. ഇപ്പൊ ഞാനത് കണ്ടത് ഏതോ 1-2 സ്ഥലങ്ങളിൽ ഇതിങ്ങനെ നിൽക്കുന്ന വളരെ അപൂർവമായിട്ടാണ്. കേരളത്തിന് പുറത്താണോ എന്ന് എനിക്ക് സംഭവിച്ചു. ചുണ്ട കണ്ടത് രാജസ്ഥാനിലാണ്. രാജസ്ഥാനിൽ കണ്ടകാരി ചുണ്ട ഇഷ്ടംപോലെ. കണ്ടകാരി ചുണ്ട നമുക്ക് നാട്ടിലുണ്ടായിരുന്ന സാധാരണമായിട്ടുണ്ടായിരുന്ന പുത്തിരിച്ചുണ്ട, പഴുക്കുമ്പോൾ ചെറിയ കായകള് മറ്റേ ലൈറ്റ് ഓറഞ്ച് കളർ തീയലോ എന്തോ കറി നോക്കുമ്പോ അത് വലിയ ചുണ്ടയാണ്, ആനച്ചുണ്ടയാണ്. ഇത് പുത്തിരിച്ചുണ്ട ഞാൻ പറഞ്ഞു. അതിന് അധികം ഹൈറ്റ് ഇല്ല, പക്ഷെ അത് എടുക്കുന്നതാണ് മരുന്ന്. പക്ഷെ ഇപ്പൊ അതും അങ്ങനെ മൂന്നാർ സൈഡിൽ റോഡ് സൈഡിൽ നാട്ടിൻപുറത്തുള്ള ഇങ്ങനെയുള്ള ഒരുപാട് ചെടികൾ കുറഞ്ഞു. കുറുന്തോട്ടി വളരെ ഗണ്യമായിട്ട് കുറഞ്ഞു. കുറുന്തോട്ടിക്ക് കൃഷി ചെയ്തെങ്കിലേ പറ്റൂ എന്നുള്ള മട്ടിലേക്ക് ആയിട്ടുണ്ട്. കുറുന്തോട്ടി അപൂർവമായിട്ട് ചില പറമ്പുകളിലൊക്കെ കാരണം ബൾക്കാണ് ആവശ്യം. നമ്മുടെ കേരളത്തിലെ മരുന്ന് നിർമ്മാണത്തിന് തന്നെ കുറുന്തോട്ടി ക്വിന്റല് കണക്കിന് ആവശ്യമുണ്ട്. സാധനം കിട്ടാനില്ല. അപ്പം നമ്മളത് അവിടെയാണ് കൾട്ടിവേഷന്റെയും കൺസർവേഷന്റെയും പ്രസക്തി കൂടുന്നത്. അത് ഈ കൾട്ടിവേഷൻ വരുമ്പോഴും ഈ പറയുന്ന പോലെ പ്രോപ്പർ സ്ഥലത്തല്ല നട്ടതെങ്കിൽ ഈ പറയുന്ന പ്രയോജനം ഈ ചെടിക്ക് കിട്ടുകയില്ല എന്നുള്ളതാണ് സാർ പറയുന്നത്. അതിനകത്തും പഠനങ്ങൾ നടന്നിട്ടുണ്ട്. സ്വാഭാവികമായി വളരുന്ന ഒരു ചെടിയിലും കൃത്രിമമായി വളർത്തപ്പെടുന്ന ചെടിയിലും രാസസംയുക്തങ്ങളുടെ ഏറ്റക്കുറച്ചിലുണ്ടാവാറുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ കൃഷി ചെയ്യുമ്പം പ്രത്യേകമായിട്ട് പറയുന്ന ഒരു കാര്യം, അത് കഴിയുന്നത്ര ഓർഗാനിക് ആയിരിക്കണം. അതിനനുയോജ്യമായ സൂര്യപ്രകാശവും, ചിലത് ഭാഗികമായ തണലായിരിക്കും ഇഷ്ടപ്പെടുന്നത്. കച്ചോലം പോലുള്ളത് കൂടുതൽ തണലത്ത് വളരുന്നതാണ്. അപ്പം നമ്മുടെ ചുവന്നോട് വേലിക്ക് നല്ല വെയിൽ വേണം. അപ്പൊ അങ്ങനെ അതുപോലും ശ്രദ്ധിച്ച് അതെ അങ്ങനെ കൃഷിയിടങ്ങളിൽ ആ ഒരു രീതിയിൽ ക്രമീകരിക്കുകയാണെങ്കിൽ വലിയൊരു സാധ്യതയുണ്ട്. സാർ ഇതേപോലെ തന്നെ ഈ ആയുർവേദം പോലെ തന്നെ ഹോമിയോപ്പതിയിലും ഒരുപാട് ചെടികൾ ഒത്തിരി ഉണ്ടല്ലോ. ഞാനിപ്പോൾ അടുത്ത ഇടയ്ക്കാണ് അറിയുന്നത് ഈ ഉറക്കം പറയാനൊക്കെ ആയിട്ട് അവർ മറ്റേ മാനസിക സ്വാസ്ഥ്യത്തിന് കൊടുക്കുന്ന പാസിഫ്ലോറ എന്നൊരു മരുന്ന്, അത് പാഷൻ ഫ്രൂട്ടിൽ നിന്ന് എടുക്കുന്നതാണ്. അതുപോലെ കുറേ മരുന്നുകൾ, ഇപ്പോൾ തൂജ എന്ന് പറഞ്ഞ ചെടി, ഈ നമ്മുടെ കാഞ്ഞിരത്തിൽ നിന്ന് വയറിൻ്റെ ഇതിനൊക്കെ നക്സോമിക്ക എന്ന് പറഞ്ഞ സാധനം എടുക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് മരുന്നുകൾ ശരിക്കും ആയുർവേദത്തിലും അല്ല ഹോമിയോപ്പതിയിലും ഇതുപോലെ തന്നെ എടുക്കുന്നുണ്ട്. അലോപ്പതിയിലെയും കുറേ ഡ്രഗ്സിന്റെ ഒറിജിൻ പ്ലാന്റ് ബേസ്ഡ് ആണ്. ശരി. നമ്മുടെ സാലിക്സ് എന്ന് പറയുന്ന ഒരു മരം, അത് യൂറോപ്യൻ ട്രീ ആണ്. അതിനകത്തുള്ള സാലിസിലിക് ആസിഡ് വേർതിരിച്ചെടുത്തിട്ട് അതാണ് നമ്മുടെ ഈ ടാബ്ലറ്റായിട്ട് ആസ്പിരിനായിട്ടൊക്കെ വന്നത്. എനിക്ക് തോന്നുന്നത് ഈ നമ്മുടെ ഈ അലോപ്പതി മോഡേൺ മെഡിസിൻ കൂടുതലും യൂറോപ്പിലും മറ്റേ ഇവിടെയൊക്കെ ആയിട്ട് വികസിച്ചത് കൊണ്ട് സ്വാഭാവികമായിട്ടും അവിടുത്തെ മരങ്ങളെ അവിടുത്തെ സാധനങ്ങളെ കൂടുതൽ ആദ്യഘട്ടത്തിൽ ആശ്രയിച്ചിരുന്നത് അല്ലേ? കാരണം നമ്മുടെ ഇവിടുത്തെ മരങ്ങൾ ഇപ്പോഴാണ് അവർ പേറ്റന്റ് നീമിന്റെ ഇതിന്റെയൊക്കെ എടുത്തു തുടങ്ങുന്നത്. മാത്രമല്ല ഇപ്പം ഈ ചെടികളിൽ അടങ്ങിയിരിക്കുന്ന രാസപദാർത്ഥങ്ങൾക്ക് തുല്യമായ, അതിന് വളരെ സാമ്യമുള്ള രീതിയിൽ അല്ലെങ്കിൽ അതുപോലത്തെ തന്നെ രാസപദാർത്ഥങ്ങൾ കൃത്രിമമായി ഉണ്ടാക്കാനുള്ള സാങ്കേതിക വിദ്യയും ഇപ്പോഴുണ്ട്. അതുകൊണ്ടാണ് അതിന് സിന്തറ്റിക് എന്ന് പറയുന്നത്. പക്ഷെ അതിന്റെ ബേസ് എന്ന് പറയുന്നത് നാച്ചുറൽ ഡ്രഗ്സിന്റെ ഇത് തന്നെയാണ്. ഇപ്പൊ സ്ട്രിക്നിൻ, കാഞ്ഞിരത്തിൽ അടങ്ങിയിരിക്കുന്ന സ്ട്രിക്നിൻ എന്ന് പറയുന്നതും ചില ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സിന് സ്ട്രിക്നിൻ കലർന്ന അലോപ്പതി മരുന്നുകളുണ്ട്. ആന്റി ക്യാൻസറസ് ആയിട്ട് എടുക്കുന്ന മരുന്നുകളിലും പലതിലും പ്ലാന്റ് ബേസ്ഡ് മരുന്നിന്റെ ഘടകങ്ങൾ തന്നെയാണ്. ഇപ്പോൾ പ്ലാന്റ് പാർട്സോ ആസച്ച് ഉപയോഗിക്കുന്നില്ലെന്നേ ഉള്ളൂ. അതിനകത്തുള്ള രാസതന്മാത്രകളോ അതിൻ്റെ സിന്തറ്റിക് പ്രോഡക്ട്സും ചേർന്ന് പല അലോപ്പതി മരുന്നുകളിലും. എനിക്കിന്നൊരു വീഡിയോ കിട്ടി, ഇത് സോഷ്യൽ മീഡിയയിൽ എവിടെ വന്നതാണ്. അതായത് ഒരു വെള്ളത്തിന് പകരം ഒരു കെമിക്കൽ നമ്മൾ വെതറിയിട്ട് അതിൻ്റെ മുകളിൽ ചെടി നടുക. 7 വർഷത്തേക്ക് ചെടിക്ക് വേണ്ട വെള്ളം ഇതിൻ്റെ റിയാക്ഷനിൽ മണ്ണിൽ ഉണ്ടായിക്കോളൂ എന്നാണ് പറയുന്നത്.
സംഗതി കൊള്ളാം. പക്ഷേ എനിക്കൊരു സംശയം, അത് ഇത് ഇനിയും ചെടിക്ക് ഇത് എന്തോ ദോഷം ഉണ്ടാവും, അല്ലെങ്കിൽ ചെടിയിൽ നിന്ന് ഔട്ട്പുട്ടിൽ എന്ത് വ്യത്യാസം വരുന്നുള്ള അറിയണം. ഇനി ചിലപ്പോൾ ഒരു 15 കൊല്ലം കാത്തിരിക്കേണ്ടി വരും. ഇപ്പം നമ്മളിത് ഉപയോഗിക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ എന്നുള്ളൊരു പ്രശ്നം ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ സ്വാഭാവിക അന്തരീക്ഷത്തിൽ വളരുന്ന ചെടികളെ സംരക്ഷിക്കുകയും, അല്ലെങ്കിൽ ചെടികളുടെ സ്വാഭാവിക അന്തരീക്ഷം നമ്മൾ മാപ്പ് ചെയ്ത് അതിന് അനുയോജ്യമായ ഒരു ആവാസ വ്യവസ്ഥയിൽ വളർത്താനുള്ള ഒരു സംവിധാനമോ അല്ലെങ്കിൽ സംരക്ഷിക്കാനുള്ള ഒരു സാധനം വേണം. അല്ലാതെ ഇപ്പൊ ഇവിടുത്തെ ചെടി നമ്മൾ വേറെ ഏതെങ്കിലും ഒരു നാട്ടിൽ കൊണ്ട് വളർത്താം, അതിനകത്ത് വ്യത്യാസം. ഗുൽഗുലുവിന്റെ കേസിൽ അത് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. എന്ത് ഗുൽഗുലുവിന്റെ എന്താണ്? ഗുൽഗുലു നല്ല വരൾച്ചയുള്ള ചൂടുള്ള പ്രദേശത്ത് ആണ് സാധാരണയായി നോർമലി വളരുന്നത്. അതിനെ ഇപ്പൊ കേരളത്തിലെ പോലെ ഒരു കണ്ടീഷനിൽ കൊണ്ടുവച്ചാൽ വളർത്തിയെടുക്കാൻ പറ്റിയേക്കും. പക്ഷേ അതിന്റെ റെസിനകത്ത് ആണ് ഈ ഗുൽഗുലിനുള്ള മരുന്ന് എടുക്കുന്നത്. റെസിനാണത്. പക്ഷേ കേരളത്തിൽ വളർന്നു കഴിയുമ്പോഴത്തേക്കും ആ ഘടകങ്ങൾക്ക് വളരെ വ്യത്യാസം വരുന്നുണ്ട്. കാരണം ക്ലൈമാറ്റിക് സ്ട്രെസ്സാണ് ആ കോമ്പൗണ്ട് ഉണ്ടാവാൻ ആ ചെടിക്ക് ഒരു സ്റ്റിമുലന്റ് ആയിട്ട് ട്രിഗർ ചെയ്യുന്നത്. ആ സ്ട്രെസ് ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ റിസൾട്ട് ഈ സാധനത്തിന് വരില്ല എന്ന് പറയുന്ന പോലെ. ഇവിടെ പുളിമൂട് ജംഗ്ഷനിൽ താഴോട്ട് പോകുമ്പോൾ അവിടെ ഒരു വഴിയിൽ ഒരു വലിയ പ്ലാസ്റ്റിക് മുപ്പുണ്ട്. ഓക്കെ, ഞാനിവിടെ നമ്മുടെ കർണാടകത്തിൽ ബാംഗ്ലൂരിൽ നിന്നൊരു 100 കിലോമീറ്റർ അപ്പുറം തുംകൂർ ചെന്നപ്പോൾ ഒരു ലേക്ക് റെസ്റ്റോർ ചെയ്യാനായിട്ട് പോയതാണ്. അതിൻ്റെ കരയ്ക്ക് ഒരു പ്ലാസ്റ്റിക് മുപ്പുണ്ട്. അപ്പോൾ ഇത് രണ്ടും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്ലൈമാറ്റിക് കണ്ടീഷനാണ്. അവിടെ എന്ന് വെച്ചാൽ വരണ്ട സ്ഥലമാണ്, ഒരു സെമി ആരിഡ് എന്ന് വേണേൽ പറയാം. അതുപോലത്തെ ഒരു സ്ഥലമാണ്. തടാകം എന്ന് പറയുന്നേ ഉള്ളൂ, മഴ പെയ്യുമ്പോൾ മാത്രമേ അതിൽ വെള്ളമുള്ളൂ. അങ്ങനത്തെ അന്തരീക്ഷത്തിൽ ഈ പ്ലാസ്റ്റിക് നന്നായിട്ട് വളർന്നു നിൽക്കുന്നു. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇച്ചിരി താഴ്ന്ന പ്രദേശം, വെള്ളമുണ്ട്, ഇവിടെ നല്ല ഇലയുണ്ട്, ധാരാളമായിട്ട് പൂവ് ഉണ്ടാകുന്നുണ്ട്, വലിയ ഒരു മരമായിട്ട് തന്നെ നിൽക്കുന്നു. കേരളത്തിൽ പൊതുവെ ഞാൻ കുറവാണ് കാണുന്നത്. പാലക്കാട് റേഞ്ചില് ആയിരിക്കും. ഞാൻ ആദ്യം കാണുന്നത് മദ്രാസിലാണ്. മദ്രാസിൽ മറ്റേ ഇവിടെ കലാക്ഷേത്ര അവിടെ എവിടെയോ ആ ഭാഗത്ത് ഏതോ ഒരു പൊതുസ്ഥലത്ത് ഒരു വലിയ പ്ലാസ്റ്റിക് പൂത്തിക്കുന്നുണ്ടായിരുന്നു. മധ്യപ്രദേശ് ചെല്ലുമ്പോൾ അവിടെ വ്യാപകമായിട്ട് പ്ലാസ്റ്റിക് ഉണ്ട്. ഇവൻ അവിടെ ഹോട്ടലിന്റെ ടാജിന്റെ ഏതൊരു ഹോട്ടലിന്റെ പേര് തന്നെ പലാഷ് എന്നാണ് അവർ ആ പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 3 സ്ഥലത്തും ഇതും സാമാന്യം നന്നായിട്ട് വളരുന്നു. അപ്പോൾ ഇത് പക്ഷേ 3ന്റെയും പ്രോപ്പർട്ടി 3 ആവാനുള്ള സാധ്യത വരണ്ട പ്രദേശങ്ങളാണ് പൊതുവെ സ്ഥലം. അവിടെ എല്ലാം ഏകദേശം ഒരേപോലെ വളർച്ചയായിരിക്കും. വെള്ളമുള്ള സ്ഥലത്താണെങ്കിൽ ഇത് വ്യത്യാസം വരാം. അതുപോലെ ഈ വള്ളിപ്ലാസ്റ്റ് ഉണ്ടല്ലോ, അതും ഇതും തമ്മിലും ഈ പറയുന്ന വ്യത്യാസം ഉണ്ട്. പക്ഷെ വള്ളിപ്ലാസ്റ്റ് തിരിച്ചാ അത് കൂടുതലും ഡെസിഡസ് ഫോറസ്റ്റ് എലിമെന്റ് ആണ്, ഫോറസ്റ്റിനകത്തെ എലിമെന്റ് ആണ്. അപ്പം അതുകൊണ്ട് ഇച്ചിരി കുറച്ചുകൂടി തണൽ ഇഷ്ടപ്പെടുന്നതും ഈർപ്പം നമുക്കിവിടെ ആ വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. കാര്യം വെച്ചാൽ നമ്മൾ പ്ലാസ്റ്റ് വെച്ചിരിക്കുന്നത് അങ്ങനെ വലുതായിട്ട് വളരുന്നില്ല കാട്ടില്. വള്ളിപ്ലാസ്റ്റ് നന്നായിട്ട് വലിയ ഇലയൊക്കെ ആയിട്ട് വളർന്നു വരുന്നുണ്ട്. കാരണം അത് രണ്ടും രണ്ട് കണ്ടീഷനിൽ വളരുന്നതാണ്. അതുപോലെ ഈ വളർച്ചയുടെ ഇതും ചെടിയുടെ ഇതുമായിട്ട് ബന്ധമുണ്ട്. അല്ല, ഞാൻ ചോദിക്കുന്നത്, നമ്മളിപ്പോൾ ഈ മുടിക്കോട് നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്ഥലത്ത് ഒരു വീഡിയോ ചെയ്തായിരുന്നു. എനിക്ക് തോന്നുന്ന ഒരു 2-3 വർഷം മുമ്പ്. അവിടെ നമ്മൾ കാട് വെച്ചിട്ടുണ്ട്, വഴിയിൽ നമ്മളൊരു കാട് വെച്ചു ഹൈവേയുടെ സൈഡിൽ. അത് പിന്നെ 2 വർഷം ഈ വീഡിയോ എടുക്കാൻ ചെന്നപ്പോൾ തേക്കിൻ്റെ ഇലയേക്കാൾ വലിയ ഇലയാണ്. ഈ പ്ലാസ്റ്റിന് 3 ഇലയാണല്ലോ, ആ ഓരോ ഇലയും ഓരോ തേക്കിലയുടെ അത്രയുണ്ട്. അത്രയും വലിയ ഇല ഞാൻ കണ്ടിട്ടില്ല എങ്ങും. അപ്പോൾ അത്രയും അവിടെ വളർന്നിരിക്കുന്നു. അപ്പോൾ ആ വളർച്ച, ഈ അമിതമായ വളർച്ച, അല്ലെങ്കിൽ അത് മിയാവാക്കി ഫോറസ്റ്റിൽ പൊതുവേ ഒരു 4 ഇരട്ടി വളർച്ച ഉണ്ടാവും. അതിന് ഉള്ളിൽ ലെയർ ആയിട്ട് വളരെ സമൃദ്ധമായ ഒരു മീഡിയം അല്ലേ. പക്ഷെ അത് നമ്മൾ അത് അനലൈസ് ചെയ്താൽ ഇതിന്റെ അകത്തെ ചേഞ്ച് വല്ലതും ഉണ്ടാകും. പക്ഷെ അത് ഈ വൃക്ഷങ്ങളെ സംബന്ധിച്ച് ഇനീഷ്യൽ ഗ്രോത്തിലായിരിക്കും ആ ഒരു പ്രോളിഫറേഷൻ കാണിക്കുന്നത്. ഗ്രാജുവലി അത് നോർമൽ സ്റ്റേജിലേക്ക് പോകാൻ. സാർ, അതേപോലെ തന്നെ ഈ ചെടികളുടെ മരുന്നിനെ കുറിച്ചൊക്കെ ഇപ്പോൾ ആളുകൾ ഒരുപാട് ഈ ഓർഗാനിക് ഇതിനെക്കുറിച്ചും പ്രകൃതി ചികിത്സയും പലതും വന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനപ്പോൾ കണ്ട ഒരു കാര്യം, പലരും ഈ ഒറ്റമൂലികളുണ്ട്, ഒരു തവണ കഴിക്കാവുള്ളൂ എന്ന് പറഞ്ഞ് കൊടുക്കുന്ന സാധനങ്ങൾ ഒറ്റമൂലി ലിമിറ്റഡായിട്ട് കഴിക്കേണ്ടതാണ്. പക്ഷേ ഈ ഒറ്റമൂലി തുടർച്ചയായിട്ട് 1 കൊല്ലമൊക്കെ 3 നേരം കഴിക്കുന്ന ആളുകളും കാണുന്നുണ്ട്. അപ്പോൾ ഈ നമുക്ക് മരുന്നാണെങ്കിലും അല്ലെങ്കിൽ ഒരു ചെടിക്കകത്ത് മരുന്നിൻ്റെ അംശം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഉടനെ കഴിച്ചു തുടങ്ങുന്ന ഒരു കൾച്ചറുണ്ടല്ലോ. നമ്മളൊരിക്കലും ഇതിനെക്കുറിച്ച് സംസാരിച്ചാണ്, സാറ് പറഞ്ഞാണ്. അപ്പോൾ അത് നിരുത്സാഹപ്പെടുത്തേണ്ട ഒരു സാധനമല്ലേ അതിനെക്കുറിച്ചുകൂടെ? തീർച്ചയായിട്ടും അതൊരു ഫാഷൻ പോലെ പ്രചരിച്ച ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഈ കുറച്ച് നാളെ ആയുള്ളൂ ഇതുപോലെ പ്രചാരം. ഇപ്പം നമ്മൾ ഫേസ്ബുക്കിലും അങ്ങനെ മീഡിയയിലും എല്ലാം ഒരുപാട് ചെടികൾ ഇന്ന ചെടി എടുക്കും, ഇന്നതിന് ഇന്ന ഗുണമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. അത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. ഏത് സാധനം മരുന്നിനെടുത്താലും അത് ചെടി ആയിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ, മരുന്നിന് ഒരു വസ്തു ഒരു ആളെടുക്കുമ്പം അതിൻ്റെ അറിയാവുന്ന ഒരു പ്രിസ്ക്രിപ്ഷനോട് കൂടിയോ അതിൻ്റെ കൃത്യമായ ഡോസേജോട് കൂടിയോ
അതിൽ ഒരു ഫിഷഗുരൻ്റെ മേൽനോട്ടത്തിൽ മാത്രമാണ് എടുക്കുന്നത്. ഏത് ട്രീറ്റ്മെൻ്റ് ആയാലും സ്വയം ചികിത്സ അപകടം തരുന്നതന്നെയാണ്. പിന്നെ ഇന്നതിന് കൊള്ളാം എന്ന് കേൾക്കുമ്പം അത് അമിതമായി എടുക്കുന്ന ഒരു പ്രവണത ഉണ്ട്. ഇൻസുലിൻ പ്ലാന്റ് അങ്ങനെയാണ്. ഇൻസുലിൻ പ്ലാന്റ് ശരിക്കും നമ്മുടെ നേറ്റീവ് അല്ല, മെക്സിക്കനാണ്. അത് എനിക്ക് തോന്നുന്നു കഷ്ടിച്ചൊരു 25 വർഷം ആയിട്ടുള്ളൂ ഇന്ത്യയിൽ. പക്ഷേ വന്നു കഴിഞ്ഞാൽ അത് അതിവേഗം പ്രചരിച്ചു. കാരണം അതിന് ഡയബറ്റിക് കുറയ്ക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് ഇൻസുലിൻ പ്ലാന്റ് എന്നുള്ള പേര് തന്നെ വന്നത്. ഇൻസുലിൻ ട്രിഗർ ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇലയാണ് കഴിക്കേണ്ടത്. ഇലയ്ക്ക് ഒരു ചെറിയ പുളിപ്പ് രസം ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ ആളുകൾക്ക് കഴിക്കുകയും ചെയ്യാം. പിന്നെ ഈ കേരളം പോലുള്ളൊരു സ്ഥലം ഒരു ഡയബറ്റിക് ഹബ്ബ് ആയതുകൊണ്ട് ഇതിന് വളരെ പ്രചാരം കിട്ടി. അനേകം പേര് കഴിച്ചു, അനേകം പേർക്ക് ഇതിൻ്റെ സൈഡ് എഫക്ട്സ് വരികയും ചെയ്തു. അപ്പം ഒരു ഹെർബലാണ് അല്ലെങ്കിൽ ഒരു ചെടിയുടെ ഭാഗമാണ്. ഒരാളെ കണ്ടു, നല്ല വിവരവും വിദ്യാഭ്യാസമുള്ള ആളാണ്. അദ്ദേഹത്തിന് കിഡ്നിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി കല്ലുരുക്കി പച്ച കഴിച്ചു. കല്ലുരുക്കി പച്ച ഓവർഡോസിന് 1 വർഷം തുടർച്ചയായിട്ട് കഴിച്ച് ഒരു കിഡ്നിക്ക് പ്രശ്നം. അല്ല, ഈവൻ ഒരു ആഹാര പദാർത്ഥം പോലും അമിതമായി കഴിച്ചാൽ, ഇപ്പൊ പൈനാപ്പിൾ തന്നെ ഒരാൾ കഴിക്കുക, അല്ലെങ്കിൽ ആപ്പിൾ തന്നെ ഒരാൾ കഴിക്കുക, അങ്ങനെ ഏത് സാധനം, ഈവൻ പാല് പോലും ഒരു നമുക്ക് ശരീരത്തിന് താങ്ങാവുന്ന ഒരു പരിധിയുണ്ട്. അപ്പൊ ഈ ചെടികളെ സംബന്ധിച്ച് അതിനകത്ത് രാസപദാർത്ഥങ്ങളുടെ സാന്നിധ്യം വളരെ കൂടുതലാണ്. പണ്ട് ഈ മദ്യപാനത്തെ കുറിച്ച് ഒരു ചർച്ച ടെലിവിഷൻ നടക്കുമ്പോൾ ഏതൊരു മദ്യപാനി വന്ന് പ്രൊഫഷണലായിട്ട് ചോദിച്ചൊരു കാര്യമുണ്ട്, നിങ്ങൾ കള്ള അവിടെ നിൽക്കട്ടെ, പാല് നല്ല സാധനം, നിങ്ങൾക്ക് ഒരു 2 കുപ്പി പാല് ഇരിക്കുന്ന ഇരിപ്പി കുടിക്കാവോ എന്ന് പറഞ്ഞ പോലെ 2 കുപ്പി കള്ള് കുടിച്ചാലും പ്രശ്നമാണ്, 2 കുപ്പി പാല് കുടിച്ചാലും പ്രശ്നമാണ്. പുള്ളി ഇക്വേറ്റ് ചെയ്തു. അത് പക്ഷേ സാറി പറഞ്ഞ ഇതിൽ ഇപ്പൊ ഈ പറഞ്ഞ ആളുകൾ ഒരു അരിഷ്ടമൊക്കെ എടുത്തിട്ട് ഒരു കണക്കും ഇല്ലാതെ എങ്ങനെ കഴിക്കുന്ന, ഏതിനും ഒരു മിതത്വം വേണം, ആവശ്യമാണ്, അളവ് ആവശ്യമാണ്. അതുകൊണ്ടാണ് പണ്ടുള്ള എല്ലാവരും കൃത്യമായ അളവിൽ പറഞ്ഞ് ഇന്നതിൻ്റെ കൂടെ, ഇപ്പൊ ആയുർവേദ മരുന്നുകളും അല്ലാതെ ഈ പച്ചമരുന്നുകളും എല്ലാം പണ്ട് പറഞ്ഞിരിക്കുന്നത് മോരിൽ അല്ലെങ്കിൽ കാടിവെള്ളത്തിൽ അല്ലെങ്കിൽ പശുവിൻ അതെല്ലാം അതിനെ ഡൈല്യൂട്ട് ചെയ്യാനും ശരീരത്തിന് ആവശ്യമായ അളവിൽ മാത്രം ഉള്ളിൽ ചെല്ലാനും തക്കവണ്ണമാണ് ക്രമീകരിച്ചത്. പക്ഷെ ഇപ്പൊ സാറ് പറഞ്ഞിട്ട് ആ പ്രചാരം വന്നതോടുകൂടി എപ്പോഴും ഇതിനകത്തുണ്ട്. ഇപ്പൊ നമ്മുടെ അലോപ്പതി മെഡിസിൻ ഒരു മെഡിക്കൽ ഷോപ്പിൽ ചെന്നിട്ട് ഒരു 4 ആസ്പിരിൻ തരും, അല്ലെങ്കിൽ അനാസിൻ തരും, അല്ലെങ്കിൽ മറ്റേ ഒരു പണ്ട് കഴിച്ച ഒരു ഗുളികയുടെ പേര് വെച്ചിട്ട് തലവേദന വന്നാണ് ഡോക്ടർ വേണ്ട എനിക്ക് ഈ ഗുളിക മതി എന്ന് പറഞ്ഞ് ചികിത്സിക്കുന്ന അതേ അബദ്ധം തന്നെയാണ് ഈ നമ്മൾ ഈ വഴിയിക്കുന്ന ചെടി വൈദ്യനോട് ചോദിക്കാതെ കഴിച്ചാലും രണ്ടും ഇഫക്റ്റീവ്ലി ഒന്ന് തന്നെയാണ്. അതെ അതെ അതെ. അപ്പൊ ആ മോഡ് ഓഫ് ആപ്ലിക്കേഷനും ഡോസേജും തെറ്റിപ്പോകുന്നതുകൊണ്ടാണ് ഇത്രയും സിവിയർ ആയിട്ട് പ്രശ്നങ്ങൾ. അത് ഒരുപാട് പേർക്ക് പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ പ്രചാരണം എങ്ങനെയെങ്കിലും നിർത്തേണ്ടതാണ് വാസ്തവത്തിൽ. ഇങ്ങനെ അല്ല, ഒരു വൈദ്യനോട് ചോദിച്ചിട്ട് മാത്രം മരുന്ന് കഴിക്കുക. ആയുർവേദമാണെങ്കിൽ ആയുർവേദ വൈദ്യനോട് ചോദിച്ചിട്ട് കഴിക്കുക, ഇംഗ്ലീഷ് മെഡിസിൻ ആണെങ്കിൽ ഇംഗ്ലീഷ് ഒരു ഡോക്ടറോട് ചോദിച്ചിട്ട് കഴിക്കുക. ഏതാണെങ്കിലും അതിനൊരു മോണിറ്ററിംഗ് വേണം. ഇപ്പോൾ ഹോമിയോ അതെന്ന് പറഞ്ഞാൽ അല്ലാതെ ഒരു മരുന്ന് മേടിച്ച് തന്നെത്താനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന അതും സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയോ തുടർച്ചയായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയോ കൂടുതൽ ഓവർഡോസ് കഴിക്കുകയോ ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ എപ്പോഴും ഒരു പ്രശ്നത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. പക്ഷേ അതോടൊപ്പം തന്നെ ഈ ചെടികളുടെ ഇതിനെക്കുറിച്ച് വളരെ ആഴത്തിലുള്ള പഠനം നടക്കുന്നുണ്ട്. ഇതെല്ലാം നല്ല പ്രയോജനമുള്ള മരുന്നുകളാണെന്നുള്ളതും അല്ലെ, അതിന്റെ ശാസ്ത്രീയ വശം. പക്ഷേ മരുന്നിനെ മരുന്നായിട്ടും ആഹാരത്തിനെ ആഹാരത്തിനായിട്ടും കാണിക്കാനുള്ള ഒരു സെൻസ് കുറച്ച് നാളായിട്ട് മനുഷ്യന് നഷ്ടപ്പെട്ടു എന്നാണ് പത്രവാർത്തകളും മീഡിയയിലൊക്കെ കാണുന്നത്. അപ്പൊ എന്ത് കഴിക്കണം, എപ്പോൾ കഴിക്കണം, എത്ര കഴിക്കണം, ഇത് ഏതിലാണേലും പാലിച്ചേ പറ്റത്തുള്ളൂ. ആ ഒരു അല്ല, പണ്ടേ നമ്മുടെ ഈ ഫുഡിനെ പോലെ ഇപ്പൊ രാത്രിയിൽ തൈര് കഴിക്കരുത്, അല്ലെ ചൂട് ചോറിൽ തൈര് കഴിക്കരുത്, മോരും മീനും കൂടെ കഴിക്കരുത് എന്നൊക്കെ പറഞ്ഞ് കുറെ ഈ ആഹാരത്തെ പോലും കുറെ വിരുദ്ധാഹാരങ്ങളും മറ്റേ മറിച്ചൊക്കെ ആയിട്ടേ ഇപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല, അതൊന്നും ഒരു കുഴപ്പമില്ല എന്നുള്ളതാണ് നമ്മൾ പോകുന്നത്. ഒരു കാര്യം കൂടെ ചോദിച്ചു, നമുക്കിപ്പോൾ വെസ്റ്റേൺ ഗട്ട്സിൽ ഒരു 5000 ചെടികളുണ്ടല്ലോ. ആയുർവേദം പറയുന്ന ജഗത്തിയോ വനൌഷധമോ ഒരു മരുന്നല്ലാത്ത ഒരു സാധനം ഇല്ലെന്നാണ്. ഈ 5000 എത്ര എണ്ണത്തിന്റെ അനാലിസിസ് ഒക്കെ നടന്നിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ എത്ര എണ്ണം ഒരു സംരക്ഷിക്കപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അതൊരു വളരെ ബുദ്ധിമുട്ടുള്ളൊരു ചോദ്യമാണ് കൃത്യമായ ഉത്തരം പറയാൻ. കാരണം എത്ര എണ്ണത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഈ ലിസ്റ്റിൽ പറയുന്ന ബുക്കുകളിൽ പറയുന്ന അല്ലെങ്കിൽ പുരാതന ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ചെടികൾ മിക്കവാറും എല്ലാം പഠനവിധേയമാക്കണം. പക്ഷെ പുരാതന ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ചില ചെടികൾ ഏതാണെന്ന് കൺഫ്യൂഷൻ ഉണ്ട് ഇപ്പം. അപ്പം അത് ഇപ്പം സ്വർണ്ണക്ഷീരി ആയുർവേദത്തിൽ വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉപയോഗിക്കുന്ന സാധനമാണ്. ഇപ്പോൾ സ്വർണ്ണക്ഷീരിയായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന സാധനം ആർജിമോൺ മെക്സിക്കാന എന്ന് പറഞ്ഞ സാധനമാണ്. അത് മെക്സിക്കോയിൽ നിന്ന് വന്ന സാധനമാണ്. അതിന് കഷ്ടിച്ച് 100-150 വർഷമൊക്കെ ആയിട്ടുണ്ടാവും ഒരു പക്ഷേ ഇന്ത്യയിൽ എത്തിയിട്ട്. അപ്പം മറ്റേ സ്വർണ്ണക്ഷീരി ഏത്, ഞാനത് പലരോടും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് വിസ്മൃതിയിൽ ആണ്ടുപോയ ഒരു സാധനമാണ്. സ്വർണ്ണ നിറത്തിലുള്ള ക്ഷീരത്തോട് കൂടിയ എന്നുള്ളതാണല്ലോ സ്വർണ്ണക്ഷീരി എന്നുള്ള വാക്ക്. ഈ ആർജിമോൺ മെക്സിക്കാനയുടെ ലീഫോ
തണ്ടോ ഒടിച്ചാലുടൻ ഗോൾഡൻ കളറിലുള്ള ലാറ്റക്സ് വരും. ഉം. ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ അതിനെ സ്വർണ്ണശീരി എന്ന് നമ്മൾ ഇപ്പോൾ വിളിക്കും. കരുതുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഉപയോഗിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇത് മെക്സിക്കോയിൽ നിന്ന് വരുന്നതിന് മുമ്പ് ഒരു സ്വർണ്ണശീരി ഇവിടെ ഉണ്ടായിരുന്നിരിക്കണം. കാരണം അതിന് മുമ്പാണ് ഈ രേഖയിൽ ഇങ്ങനെ ഒരു പേരും അതിന്റെ പ്രയോഗം വന്നത്. സാറേ ഇതേ വളരെ കോംപ്ലിക്കേറ്റഡ് ഒരു വിഷയം. എന്താ വെച്ചാൽ ഞാനിപ്പോൾ ജസ്റ്റ് സാറ് പറഞ്ഞപ്പോൾ ഓർക്കുകയാണ്, നമ്മുടെ ഈ പഴയ ചീഫ് സെക്രട്ടറി ഉള്ള CP നായർ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ NP ചെല്ലപ്പൻ നായർ ഒരു നാടകൃത്തായിരുന്നു. വളരെ നാടകം, ലേഖനങ്ങൾ, വളരെ ഒരു അറിയപ്പെടുന്ന സാഹിത്യകാരനായിരുന്നു. അങ്ങേര് മജിസ്ട്രേറ്റുമായിരുന്നു. പുള്ളി എഴുതിയ ഒരു നാടകത്തിൽ ക്ഷീരബല സഹചരാതി കഷായത്തിൽ നിന്നൊരു നാടകമുണ്ട്. അതിൽ ആ സഹചരാതിയെക്കുറിച്ച് പുള്ളി പറയുന്നുണ്ട്. അത് കരിങ്കുറിഞ്ഞി ഈ ആൺവണ്ടും പെൺവണ്ടും ഒരുമിച്ചാണ് ചെല്ലുന്നത്. അതുകൊണ്ട് ഈ സഹം ആയിട്ട് ചരിക്കുന്നത് എന്നുള്ള ഇതിൽ ഒരുമിച്ച് ചെല്ലുന്നതുകൊണ്ടാണ് ഈ സഹചരം. സംസ്കൃത പേര് സഹചരം. സഹചരം എന്നുള്ളത് ഇതിൽ നിന്നാണ് വന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ എന്താണ് ഈ സഹചരം എന്നോ എന്താണിതെന്നോ ഇപ്പോൾ ഒരു ആഴത്തിൽ പഠിക്കാതെ ഏതെങ്കിലും ഒരു പൂവാണോ അല്ലെങ്കിൽ ഇതാണോ എന്നുള്ള അറിയാതെ വരുന്നതിന്റെ ഒരു പ്രശ്നമുണ്ട്. അതാണ് സാർ ചോദിച്ചത്. ഈ പശ്ചിമഘട്ടത്തിലെ എല്ലാ ചെടികളും എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെ സംശയമുള്ളത് അല്ലെങ്കിൽ കൃത്യമായി ഇന്നതെന്ന് തിരിച്ചറിയാൻ പറ്റാത്തതും കുറേ ഈ ലിസ്റ്റിനകത്തുള്ളതുണ്ട്. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ഗുണങ്ങൾ കൂടുതലായിട്ട് പഠിക്കുക. നമ്മളിപ്പോൾ എടുക്കുന്നതിൻ്റെ കൂടുതലായിട്ട് പഠിച്ചിട്ട് എന്തെങ്കിലും ദോഷവശങ്ങളുണ്ടോ അല്ലെങ്കിൽ ഇതിന് ആ പറയുന്ന ശരീരത്തിലുണ്ടാകുന്ന ആ ഒരു ഫാർമക്കോളജിക്കൽ എഫക്റ്റ് ഉണ്ടോ എന്ന് നോക്കേണ്ടതുണ്ട്. പിന്നെ ഇതുവരെ ടെക്സ്റ്റിലോ ഉപയോഗത്തിലോ പറഞ്ഞിട്ടില്ലാത്ത ചെടികൾക്ക് ഔഷധ ഗുണം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഞാൻ ഈ പറഞ്ഞിട്ട് നൂതനമായ കെമിസ്ട്രിയുടെ ഒക്കെ ഡെവലപ്മെന്റ് വന്നതുകൊണ്ട് നമ്മൾ വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ചില ചെടികളെക്കാൾ മികച്ചത് ഇതുവരെ ആരും ഉപയോഗിക്കാത്ത ചില ചെടികളിലാണ് ഈ പ്രത്യേക രാസപദാർത്ഥങ്ങൾ ആ പ്രോപ്പർട്ടി ഉള്ളതെന്നും കണ്ടുപിടിക്കുന്നുണ്ട്. സാർ ഇതിലൊരു കാര്യം ചോദിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഈ ട്രൈബൽ മെഡിസിൻ ഇല്ലേ, ആക്ച്വലി ട്രൈബൽസും നമ്മുടെ മെയിൻ സ്ട്രീം നമ്മളാണോ അവരാണോ എന്ന് നമുക്ക് പറയാനൊക്കെയല്ലോ. സോറി. അപ്പോൾ എന്തായാലും ഈ നമ്മുടെ ഈ കാടിന് പുറത്ത് താമസിക്കാനും കാടിന് അകത്ത് താമസിക്കുന്ന ആളുകളും തമ്മിലൊരു അകലം കൂടിയിട്ടുണ്ട്. അപ്പോൾ അവരിപ്പോഴും അവരുടെ വൈദ്യസമ്പ്രദായമൊക്കെ കുറേയൊക്കെ അവർ കൊണ്ടു നടക്കുന്നുണ്ട്. പക്ഷേ അത് ഈ ഇതിനകത്ത് ചൂടുവെള്ളത്തിൽ പച്ചവെള്ളം ഒഴിച്ച പോലെ നമ്മുടെ സിസ്റ്റം അങ്ങോട്ട് കയറി അവരുടെ സിസ്റ്റം ഇല്ലാതെ ഇങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളും വരുന്നുണ്ട്. പക്ഷേ അവരുപയോഗിച്ചിരുന്ന കുറേ മരുന്നുകളും അവരുടെ രീതികളും ഈ വയസ്സായ ആളുകൾ അവരുടെ ഒരു ജനറേഷൻ ടു ജനറേഷൻ കൈമാറി വന്ന ഒരു നോളജ് ഉണ്ട്. അപ്പോൾ അതിനകത്തുള്ള ഇപ്പോൾ സാറ് തന്നെ ഒരിക്കൽ എന്നോട് പറഞ്ഞു അവർ ഈ ക്യാൻസറിന് വേണ്ടി മറ്റേ താമ്രവള്ളിയുടെ അങ്ങനെയൊക്കെ. അപ്പോൾ അത്തരം വിവരങ്ങൾ ശേഖരിക്കാനും അതേക്കുറിച്ച് പഠനം നടത്താനും ഉള്ള ഒരു സംവിധാനം അതിനുവേണ്ടി ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. എത്തനോ ഫാർമക്കോളജി എന്നാണ് അതിന്റെ പേര്. ശരി. എത്തനോ നമ്മുടെ എത്തനിക്കായിട്ടുള്ള മെഡിസിൻസിനായിട്ടുള്ള അറിവുകളുടെ ഫാർമക്കോളജിക്കൽ ആസ്പെക്ട്സ് സയന്റിഫിക്കലി വാലിഡേഷൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഇന്ത്യയിൽ പല സെൻട്രലുകളിലും അങ്ങനത്തെ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നു. അവരുടെ പ്രധാന ലക്ഷ്യം തന്നെ ഈ പറഞ്ഞ ആദിവാസികൾ ഉപയോഗിക്കുന്ന അല്ല പരമ്പരാഗതമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയും പിന്നീട് ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുന്ന ചെടികളെ കണ്ടെത്തിയിട്ട് അതിന് എന്തൊക്കെ തരം ഫാർമക്കോളജിക്കൽ ആസ്പെക്ട്സ് ആണ് ഉള്ളത്, അത് ശാസ്ത്രീയമായിട്ട് എത്രമാത്രം സത്യമാണ്, ആ ഒരു പ്രോപ്പർട്ടി അതിന് കൊടുക്കുന്നത് അതിനകത്ത് ഏത് കോമ്പൗണ്ടാണ്. ഇപ്പോൾ ഒരു ചെടിക്ക് നമ്മുടെ അൾസറിനെ കുറയ്ക്കാനുള്ള കഴിവുണ്ട്, ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട് എന്നൊക്കെ കണ്ടെത്തിയാൽ ഈ ചെടിയിൽ അടങ്ങിയിരിക്കുന്ന ഏത് രാസപദാർത്ഥമാണ് അതിന് കാരണമാവുന്നത് എന്നൊക്കെയുള്ള പഠിക്കാനുള്ള സംവിധാനമുണ്ട്. അപ്പം അങ്ങനത്തെ പഠനങ്ങൾ തീർച്ചയായിട്ടും ഈ ശാഖയെ കൂടുതൽ സഹായിക്കുകയുള്ളൂ. അല്ല, എനിക്ക് തോന്നുന്നു അപ്പോൾ ഈ നമ്മൾ പറഞ്ഞൊരു കൺക്ലൂഷനായിട്ട് പറയാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ സാധാരണ മനുഷ്യൻ ഇപ്പോൾ സാറിനെ പോലുള്ള ഗവേഷകർ ഈ ഗവേഷണമൊക്കെ ആയിട്ട് നടക്കുക, ഞങ്ങളെപ്പോലുള്ള ഈ സാധാരണ ജനം ചെയ്യേണ്ടത് ഈ ഉള്ള ചെടി നമുക്കറിയാമെങ്കിലും ഇല്ലെങ്കിലും ചെടികൾ എക്സ്റ്റിങ്ക്റ്റ് ആവാതെ അന്യം നിന്ന് പോകാതെ സംരക്ഷിക്കാൻ ശ്രമിക്കുക എന്നുള്ള മാത്രമേ നമുക്ക് നമ്മുടെ പറമ്പിൽ ചെടി ഉണ്ടെങ്കിൽ അത് സാർ ഞങ്ങൾക്ക് ചില സമയത്ത് ചിലർ ഫോട്ടോ വാട്സപ്പിൽ അയച്ചു തരാറുണ്ട്, അല്ല ഇമെയിൽ ചെയ്യാറുണ്ട്. സാറേ ഇത് ഏത് ചെടിയാ, ഇതുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ടോ? നെക്സ്റ്റ് ക്വസ്റ്റൻ അതാണ്. കാരണം ഇങ്ങനെ ഒരു മരം എൻ്റെ വീട്ടിൽ വളർന്നു, ഞാനത് നിർത്തണോ വെട്ടിക്കളയണോ ഇങ്ങനെയാണ് ചോദിക്കുന്നത്. അപ്പം പ്രയോജനം ഉണ്ടെങ്കിൽ നിർത്താം എന്ന് വരുന്നത് ഈ പറഞ്ഞ പോലെ ഒന്നുകിൽ ഫുഡിന് എടുക്കാൻ പറ്റണം അല്ലെങ്കിൽ മരുന്നെടുക്കാൻ പറ്റണം എന്നാണ്. പക്ഷേ ഇനി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാലം നമുക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോയെന്നല്ല, ഏത് വൃക്ഷമാണെങ്കിലും ഏത് സസ്യമാണെങ്കിലും അത് നമുക്ക് പ്രയോജനം ഇല്ലെങ്കിലും ഏതെങ്കിലും ജീവജാലത്തിന് അത് പ്രയോജനകരമാണെന്നുണ്ടെങ്കിൽ അത് എൻവയോൺമെന്റിനെ സംബന്ധിച്ച് സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. പിന്നെ ചെറിയ ഭൂമി മാത്രമുള്ള വീട്ടുകാരെ സംബന്ധിച്ച് ഒരു മരം വളർന്ന ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു തയ്യോ
അതിൽ നിന്ന് എടുക്കുന്ന ഒരു പ്രൊപ്പഗേറ്റ് എടുക്കുന്ന ഒരു സാധനം മറ്റൊരിടത്ത് വളർത്താനുള്ളൊരു സംവിധാനം ഏതെങ്കിലും അല്ല നമുക്ക് 20,000 പഞ്ചായത്ത് വാർഡുണ്ട്. എല്ലാ വാർഡിലും 5 സെന്റ് ഉള്ള ഒരു ഗാർഡൻ ഉണ്ടാക്കിയിട്ട് ഇപ്പൊ ഇവിടെ തന്നെ ഈ സ്ഥലത്തിന് മൈലമൂട് എന്നാണ് പറയുന്നത്. ഇപ്പൊ ഈ വെഞ്ഞാറമൂട് വെഞ്ഞാറ സ്ഥലമാണ്. ഈ വെഞ്ഞാറ അല്ല, ഈ വെഞ്ഞാറ ഇപ്പൊ നഴ്സറി മാത്രമേ കാണാനുള്ളൂ. താന്നിമൂടുണ്ട്. അല്ല, അവിടെ ഇല്ല. ഈ വെഞ്ഞാറ മുട്ടിൽ ചെന്നാൽ അവിടെ ഒരു വെഞ്ഞാറ ഉണ്ടോ എന്ന് കാണാനില്ല. പക്ഷേ ഈ നഴ്സറിയിൽ വെളുത്ത ഞാവലിനെ ബഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനത് ഇവിടെ കൊണ്ടുവച്ചിട്ട് ശരിയായില്ല. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന ഒരുപാട് ചെടികൾ കേരളവുമായിട്ട് ഈ സ്ഥലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള പോലും ആ പ്രദേശങ്ങളിൽ ഇപ്പോൾ കാണാനില്ലാത്തൊരു അവസ്ഥ വരുന്നുണ്ട്. ഈ താന്നിമൂട്, ചാരുമൂട്, അല്ലേ, ആലുമൂട്, ഒത്തിരി മൂടുകൾ ഈ പല സ്ഥലങ്ങളിലും ഇതുണ്ടായിരുന്നു. അപ്പോൾ ആ ചെടികൾ ഇപ്പോൾ സംരക്ഷിക്കാൻ പറ്റിയാൽ അതിൻ്റെ പ്രയോജനം എന്താണെന്നുള്ള ആരെങ്കിലും കണ്ടുപിടിച്ചോളും. തൽക്കാലം ആവശ്യം അതിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ആ ഒരു തരത്തിൽ അത് ചെയ്യാം. ശരി സാർ, വളരെ ഇത്. ഓക്കെ, താങ്ക് യു.